ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 10ൽ ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ എക്സസൈസ് 5.2ൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എക്സസൈസ് 5.2 ഇൻട്രൊഡക്ഷൻ മീൻസ് nth ടേം ഓഫ് an AP. APയുടെ nth ടേം മീൻസ് ഇറ്റ് ഈസ് സംടൈംസ് ഓൾസോ കോൾഡ് as ലാസ്റ്റ് ടേം എന്നും പറയും. ലാസ്റ്റ് ടേം ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ L എന്ന് പറയുന്ന വേരിയബിളിലും ഇതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ AN എന്ന് പറയുന്ന വേരിയബിളിലും. ശരിക്കും AN ആണ്, ചില കേസിൽ നമ്മൾ L എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ലാസ്റ്റ് ടൈം ആകുന്ന കേസിലെല്ലാം L എന്ന വേരിയബിളിൽ ഡിനോട്ട് ചെയ്യുന്നു, അല്ലാതെ AN ആണ് nth ടേം ഓഫ് ദ സീക്വൻസ് മീൻസ് AN. ദറ്റ് ഈസ് AN ഇസ് ഈക്വൽ ടു ഫോർമുലയുണ്ട്, AN ഇസ് ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു D. A മീൻസ് ഫസ്റ്റ് ടേം, N മീൻസ് നമ്പർ ഓഫ് ടേംസ്, അതുപോലെ D എന്ന് പറയുന്നത് എത്രയാണ്, കോമൺ ഡിഫറൻസിനെയാണ് D എന്ന് പറയുന്നത്, കോമൺ ഡിഫറൻസ്. N മീൻസ് ഇൻ ടേംസ് ഓഫ് Nലാണ് നമ്മൾ ANൻ്റെ വാല്യൂ കാണുന്നത്. ഇപ്പോൾ 100th ടേം ചോദിച്ചാൽ Nന് പകരം 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ എഴുതും, അത്രേ ഉള്ളൂ. അല്ലാതെ N ഇൻ ടേംസ് ഓഫ് nth ടേം ഫൈൻഡ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് Nൽ തന്നെയാണ്. ഇപ്പോൾ nth ടേം ഓഫ് an AP എന്ന് പറഞ്ഞാൽ ആൻസറിൽ N ഉണ്ടാവണം. ലാസ്റ്റ് ടേം ഇപ്പോൾ 100th ടേമോ 15th ടേമോ അല്ലെങ്കിൽ 1000th ടേമോ ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ Nന് പകരം ആ പർട്ടിക്കുലർ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ ഇപ്പോൾ nth ടേം ഓഫ് an AP A പ്ലസ് n-1 ഇൻറ്റു D. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടേം എങ്ങനെയാണ്, ഫസ്റ്റ് ടേം നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് A എന്ന് മാത്രമാണ്, ദാറ്റ് ഈസ് A1 ഇസ് ഈക്വൽ ടു A ആണ്. അതുപോലെ സെക്കൻഡ് ടേം ആകുമ്പോൾ നമുക്ക് ജനറൽ ഫോമാറ്റ് അറിയാം, എന്ത് ചെയ്യും, A പ്ലസ് D എന്ന് എഴുതും. എയോടൊപ്പം ഒരു പ്രാവശ്യം D ആഡ് ചെയ്യും. നെക്സ്റ്റ് A3 എന്ന് പറയുമ്പോഴത്തേക്ക് എയോടൊപ്പം 2 times D ആഡ് ചെയ്യും, D പ്ലസ് D, ദാറ്റ് ഇസ് ഈക്വൽ ടു A പ്ലസ് 2D എന്ന് വരും. അതുപോലെ A4 ആകുമ്പോൾ A പ്ലസ് D പ്ലസ് D പ്ലസ് D അല്ലെ, 3 times D ആഡ് ചെയ്യും, ദാറ്റ് ഇസ് ഈക്വൽ ടു A പ്ലസ് 3D. അപ്പോൾ എങ്ങനെയാണ് ഓരോ നമ്പേഴ്സ് ഫോം ചെയ്യുന്നത്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ A ആണ്, A1 ഇസ് ഈക്വൽ ടു A മാത്രം. സെക്കൻഡ് ടേം A2 ഇസ് ഈക്വൽ ടു A പ്ലസ് D, ഒരു പ്രാവശ്യം D ആഡ് ചെയ്യും. ശരിക്കും 2 ആണ്, A2 ആണ് കാണുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്തു, അതിന് ഒന്ന് സബ്ട്രാക്ട് ചെയ്തിട്ട് D മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, ദാറ്റ് ഈസ് A പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു D. 2 മൈനസ് 1 എത്രയാണോ കിട്ടുന്നത് ആ വാല്യൂവിനോടൊപ്പം D മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂ എയോടൊപ്പം ആഡ് ചെയ്യും. നെക്സ്റ്റ് A3 ആകുമ്പോൾ A പ്ലസ് 2D ആണ് ആൻസർ. അപ്പോൾ എത്രയായിരിക്കും, 3 മൈനസ് 1 ഇൻറ്റു D, ദാറ്റ് ഈസ് A പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു D. അതുപോലെ A4 ഇസ് ഈക്വൽ ടു A പ്ലസ് 3D ആണ്. അപ്പോൾ എത്രയാണ്, 4 മൈനസ് 1 ഇൻറ്റു D, A പ്ലസ് 4 മൈനസ് 1 ഇൻറ്റു D. ഇങ്ങനെ ആൻസർ പൊയ്ക്കൊണ്ടിരിക്കും, ഇങ്ങനെ എക്സെട്ര. എന്നിട്ട് എന്തോന്ന് പറയാം നമുക്ക്, അങ്ങനെയാണെങ്കിൽ nth ടേം എങ്ങനെ ഫൈൻഡ് ചെയ്യാം? nth ടേം ദാറ്റ് ഈസ് nth ടേം AN ഇസ് ഈക്വൽ ടു A പ്ലസ്, നമുക്ക് 4 ആണ് കിട്ടേണ്ടെങ്കിൽ 4 മൈനസ് 1 ഇൻറ്റു D, 3 ആണ് കാണേണ്ടെങ്കിൽ 3 മൈനസ് 1 ഇൻറ്റു D, 2 ആണ് കാണേണ്ടെങ്കിൽ 2 മൈനസ് 1 ഇൻറ്റു D. അതുപോലെ N ആണ് കാണേണ്ടെങ്കിൽ എന്ത് ചെയ്യണം, A പ്ലസ് n-1 ഇൻറ്റു D. ഇങ്ങനെയാണ് ഈ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം A എന്ന് എടുക്കുക, സെക്കൻഡ് ടേം A പ്ലസ് D, തേർഡ് ടേം A പ്ലസ് 2D, ഫോർത്ത് ടേം A പ്ലസ് 3D. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഏത് ടേം ആണോ ഫൈൻഡ് ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ നമ്പർ. ഇപ്പോൾ സെക്കൻഡ് ടേം ആണെങ്കിൽ അതിനെ N ആയിട്ട് എടുത്തിട്ട് 2 മൈനസ് 1 ഇൻറ്റു D. അതുപോലെ 3 ആണെങ്കിൽ 3 മൈനസ് 1 ഇൻറ്റു D, 4 ആണെങ്കിൽ 4 മൈനസ് 1 ഇൻറ്റു D. അങ്ങനെ nth ടേം ദാറ്റ് മീൻസ് N ഇസ് ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു D ആണ് nth ടേം കാണേണ്ട ഫോർമുല. വേർ A is the first term, D is the common difference. റെപ്രസെന്റ് ചെയ്യുന്നത് ANലാണ്. ഇനി ഇതിന് എക്സാമ്പിളായിട്ട് 1-2 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സാമ്പിൾ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതാണ്. വിച്ച് ടേം ഓഫ് AP 21, 18, 15 എക്സെട്ര ഈസ് മൈനസ് 81. ഇതിലെ ഏത് ടേം ആണ് മൈനസ് 81 എന്ന് ഫൈൻഡ് ചെയ്യണം. ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ മൈനസ് 81 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടോ, ആ ടേം ഉണ്ട് എങ്കിൽ അതിൻ്റെ ഏത് പൊസിഷനിലാണ് അത് ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം ആണെന്നും കൂടെ ഫൈൻഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഓൾസോ ഈസ് എനി ടേം 0, ഇതിനകത്ത് 0 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ സീരീസ് എടുത്തെഴുതാം. 21, 18, 15 ഇതാണ്
തന്നേക്കുന്ന അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എ പിയിലാണ് എന്ന് പറഞ്ഞ് തന്നേക്കുന്ന സീക്വൻസ് ആണ്. ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാമല്ലോ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സക്സസീവ് ടേംസിന്റെ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് 18 മൈനസ് 21. സെക്കൻഡ് ടേം മൈനസ് ഇത് A1 എന്നെടുക്കുക, A2 A3, A2 മൈനസ് A1 ഏത് ചെയ്താലും കിട്ടും. A3 മൈനസ് A2 ചെയ്താലും കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. എല്ലാത്തിലും കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ മാത്രമേ അത് എ പിയിലാവത്തുള്ളൂ. അപ്പം ദാറ്റ് ഈസ് 18 മൈനസ് 21 ഈസ് ഈക്വൽ ടു 15 മൈനസ് 18 എടുത്താലും ആൻസർ -3 തന്നെ. 18 മൈനസ് 21 ഈക്വൽ ടു -3 എന്ന് കിട്ടി. ഇനി എന്തോന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? നമുക്ക് -81 ഈ സീക്വൻസിൽ ഒരു ടേം ആണോ എന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് എന്ത് ടേം -81 ആയിട്ട് എടുക്കണം. അപ്പോൾ ഏത് ടേം ആണോ നമുക്ക് ഇതിലെ സീക്വൻസിലെ ടേം ആണോ ചെക്ക് ചെയ്യാൻ തരുന്നത്, ആ പർട്ടിക്കുലർ ടേമിനെ നമ്മൾ എന്ത് ടേം ആയിട്ട് എടുക്കണം. ദാറ്റ് ഈസ് an is equal to -81 എന്നെടുക്കണം. an is equal to -81 എന്നെടുത്തിട്ട് an കാണാനുള്ള ഫോർമുല എന്തോന്നാണ്? an is equal to a plus n minus 1 into d. That is a plus n minus 1 into d. n minus 1 into d. a plus n minus 1 into d equal to -81. അതിൽ എയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? ഫസ്റ്റ് ടേമിനെയാണ് എ എന്ന് പറയുന്നത്. a is equal to 21 and d is equal to -3. ഈ രണ്ട് വാല്യൂസും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് a21 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഈ ഫോർമുലയിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. d ഈക്വൽ ടു -3 വിച്ച് ഇസ് ഈക്വൽ ടു -81. എളുപ്പം എന്ന് പറയുന്നത് ഫസ്റ്റ് അഡീഷനിലുള്ള ടേമിന് ഈ സൈഡിലോട്ട് കൊണ്ടുവരിക. ദാറ്റ് ഈസ് n മൈനസ് 1 ഇൻറ്റു -3 ഈക്വൽ ടു -81. അതുപോലെ +21 നെക്സ്റ്റ് സൈഡിൽ വരുമ്പോൾ എത്രയാവും? -21 വിച്ച് ഇസ് ഈക്വൽ ടു 1 + 1 2, 8 + 2 എത്രയാവും? 10, 102 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? n മൈനസ് 1 ഇൻറ്റു -3 ആണ് 102. അപ്പോൾ അതിൽ നിന്ന് n മൈനസ് 1 എങ്ങനെ കണ്ടുപിടിക്കും? n മൈനസ് 1 ഇസ് ഈക്വൽ ടു 102 ബൈ -3. ദാറ്റ് ഇസ് ഈക്വൽ ടു -102 ആണ്. കാരണം രണ്ടും മൈനസ് നമ്പറാണ് ആഡ് ചെയ്തത്. മൈനസ് മൈനസ് ആഡ് ചെയ്യുമ്പോൾ എന്തോന്ന് കിട്ടും? -102. ദാറ്റ് ഈസ് -102 ബൈ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 3 × 3 9 വരും. അപ്പോൾ 34 എന്ന് കിട്ടും അല്ലേ? മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ 34 ആണ് ആൻസർ. n മൈനസ് 1 ഇസ് ഈക്വൽ ടു 34 എന്ന് കിട്ടി. നെക്സ്റ്റ് n ഇസ് ഈക്വൽ ടു എന്തോന്നാണ്? 35. ഇതിൽ ടേം ആണ്. ടേം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടുള്ളൂ. നെഗറ്റീവ് നമ്പർ വന്നാലും ഇതിൽ ടേം അല്ല. കാരണം ഒരിക്കലും പൊസിഷന്റെ എണ്ണം നെഗറ്റീവ് വരില്ല. 1 2 3 എന്ന് മാത്രമേ 1 2 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള ടേംസേ വരുള്ളൂ. അതൊരിക്കലും നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല. പിന്നെ അതുപോലെ ഫ്രാക്ഷന് വരില്ല. എന്നിൻ്റെ ആൻസർ നെഗറ്റീവിലോ ഫ്രാക്ഷനിലോ വരികയാണെങ്കിൽ ആ സീക്വൻസിനകത്ത് ഇല്ല എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടി. n is equal to 35 എന്ന് കിട്ടി. അപ്പോൾ therefore നമുക്ക് എങ്ങനെ എഴുതാം? therefore 35th term of AP is ഈ ടേമിന്റെ ഈ സീക്വൻസിലെ ടേം ആണോ ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന ഏതാണ് നമ്പർ? -81 ആണ്. therefore 35th term is -81. 35th ടേം ആണ് -81 എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഏതാണ് ചെക്ക് ചെയ്യേണ്ടത്? ഓൾസോ ഈസ് എനി ടേം 0 എന്ന് പറയുന്ന ഒരു നമ്പർ ഇതിൽ ഏതെങ്കിലും ഒരു ടേം ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിലും 0 ചെക്ക് ചെയ്യാൻ ചോദിച്ചാലും നമ്മൾ എന്തോന്നായിട്ട് എടുക്കണം? nth ടേം 0 ആയിട്ട് എടുക്കണം. അത് ആൻസർ ഇപ്പോൾ എന്നിന് വാല്യൂ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം. ഇതിൽ ഈ 0 എന്ന് പറയുന്ന നമ്പർ ഇതിലെ സീക്വൻസിലെ ടേം അല്ല എന്ന് എഴുതാം. ആണെങ്കിൽ മാത്രം കറക്റ്റ് ആയിട്ടുള്ള എന്നിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടുവാണെങ്കിൽ മാത്രമേ ഈ സീക്വൻസിലെ ടേം ആണെന്ന് നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ n is equal to 35 കറക്റ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ് 35th ടേം ഈസ് -81 എന്ന് എഴുതിയത്. ഇനി അതുപോലെ 0യ്ക്കും കറക്റ്റ് ഒരു പൊസിഷൻ, ഏത് പൊസിഷനിലാണ് 0 ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് an is equal to 0. nth ടേം 0 ആയിട്ട് എടുത്തു. an കാണാനുള്ള ഫോർമുല എന്തോന്നാണ്? a plus n minus 1 into d equal to 0. That is a വാല്യൂ എത്രയാണ്? 21. 21 plus n minus 1 into d ആണെങ്കിലോ -3 ആണ് കിട്ടിയത്. -3 which is equal to 0. Then n minus 1 into -3. എളുപ്പം എപ്പോഴും 21 ഈ അഡീഷനിൽ കിടക്കുന്ന നെക്സ്റ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ക്ലിയർ ചെയ്യുന്നതാണ് എളുപ്പം. That is n minus 1 into -3 equal to +21. നെക്സ്റ്റ് സൈഡിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു 0 minus 21 അല്ലേ? -21 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു -21 എന്ന് കിട്ടും. n minus 1 into -3
ഈക്വൽ ടു -21. ദെൻ n മൈനസ് 1 ഇസ് ഈക്വൽ ടു എങ്ങനെ വരും -21 ഡിവൈഡ് ബൈ ഇവിടെ ഇൻറ്റൂലാണ് n മൈനസ് 1നോടൊപ്പം -3 മൾട്ടിപ്ലൈ ചെയ്താണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്ത് -3 താഴെ എഴുതാം. ദാറ്റ് ഈസ് -21 ഡിവൈഡ് ബൈ -3 വിച്ച് ഇസ് ഈക്വൽ ടു 3 21 കട്ടാവുമ്പോൾ എത്ര വരും 7 വരും. മൈനസ് മൈനസ് പ്ലസ് ആവും. ദാറ്റ് ഈസ് n മൈനസ് 1 ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് കിട്ടി 7 എന്ന് കിട്ടി. n മൈനസ് 1 ഇസ് ഈക്വൽ ടു 7. ദെൻ n ഇസ് ഈക്വൽ ടു 7 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 8. എന്നിൻ്റെ വാല്യൂ 8 കിട്ടി. അപ്പോൾ എന്താണ് 0 എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ 8th ടേം ആണ്. 8th ടേം ഓഫ് ദ സീക്വൻസ്. ദെയർഫോർ 8th ടേം ഈസ് 0 എന്ന് എഴുതുക. ദെയർഫോർ 8th ടേം ഈസ് 0. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എക്സാമ്പിൾ 4 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ ചെയ്തത്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. എക്സാമ്പിൾ തന്നെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഹൗ മെനി 2-digit numbers are divisible by 3? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2-digit നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, എക്സാമ്പിൾ 7th ക്വസ്റ്റ്യൻ ആണ്. 7th ടെക്സ്റ്റിൽ തന്നെ എക്സാമ്പിൾ 7. ഹൗ മെനി 2-digit numbers are divisible by 3? അപ്പോൾ 2-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ് 10 നിന്ന് അപ് ടു 99 വരെ. 10, 11, 12 അപ് ടു 99 വരെയുള്ള നമ്പേഴ്സാണ് 2-digit നമ്പേഴ്സ്. ഇതിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ 10നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 11നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 12നെ അല്ലേ. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 3 കൊണ്ട് ഡിവിസിബിൾ ആയ ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഡിവിസിബിൾ ബൈ 3 നമ്പേഴ്സ് ഏതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡിവിസിബിൾ ബൈ 3 നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 എന്നാണ്. അതുപോലെ ലാസ്റ്റ് നമ്പറോ 99നും അല്ലേ, 99 ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 99നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. 99നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം. അതുപോലെ അപ്പോൾ 33 × 3 ആണ് 99 എന്ന് പറയുന്നത്. അപ്പോൾ 12 വരും. നെക്സ്റ്റ് നമ്പറോ 3ന്റെ മൾട്ടിപ്പിൾ നോക്കിയാലും മതി. 4 × 3 12, അടുത്ത് 5 × 3 15 ആയിരിക്കും വരുന്നത്. 6 × 3 18 ആയിരിക്കും വരുന്നത്. എക്സെട്ര അപ് ടു ഏതുവരെ 99 വരെയുള്ള നമ്പേഴ്സിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതി എക്സെട്ര കൊടുത്താൽ മതി. 1 or 2 നമ്പർ ഫൈൻഡ് ചെയ്തിട്ട് എൻ്റെ ലാസ്റ്റ് നമ്പർ എന്ത് ഹൗ മെനി 2-digit നമ്പേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് നമ്പർ എന്തായാലും ഫൈൻഡ് ചെയ്യണം. ഇപ്പോൾ ലാസ്റ്റ് നമ്പർ 99നെ 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഇപ്പോൾ 2 കൊണ്ടാണെങ്കിൽ 99 ഡിവിസിബിൾ അല്ല. അപ്പോൾ 98 വരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് വേണം എടുക്കാൻ. ഇതിപ്പം 2-digit ആയതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 339 ആണ്. പിന്നെ 9 ബ്രിങ് ഡൗൺ ചെയ്യുമ്പോൾ 339 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് 99 ലാസ്റ്റ് നമ്പറായ 99 ഡിവിസിബിൾ ആണ് എന്ന് എഴുതാം. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇതിന് ഈ ടേം 99 ഇതിനകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 12 ആണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 15 ആണ്, തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 18 ആണ്. അങ്ങനെയാണെങ്കിൽ 99 ആണ് ഇതിലെ ലാസ്റ്റ് ടേം. അത് എത്രാമത്തെ പൊസിഷനിലായി ചെയ്യുന്നു എന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കണം. ലാസ്റ്റ് ടേം മീൻസ് nth ടേം, ദാറ്റ് ഈസ് an is equal to 99. അങ്ങനെ ലാസ്റ്റ് ടേം ഏതോ നോക്കി വേണം എടുക്കാൻ. ലാസ്റ്റ് ടേം നോക്കിയിട്ട് എന്നിൻ്റെ വാല്യൂ ഇത് എത്രാമത്തെ പൊസിഷനിലാണ് ഈ 99 ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 12 ലൈ ചെയ്യുന്നു. അതുപോലെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 15 ആണ്. അതുപോലെ തേർഡ് ടേം എന്ന് പറയുന്നത് 18 ആണ്. അങ്ങനെയാണെങ്കിൽ 99 എത്രാമതാണ് ലൈ ചെയ്യുന്നത് എന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ an is equal to നമുക്ക് ഫോർമുല അറിയാം. എന്തോന്നാണ്? a + n - 1 × d = 99. ഇനി ഇതിൽ നിന്ന് എ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. എ എത്രയാണ്? ഫസ്റ്റ് ടേം നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് നമ്പർ 12 ആണ്. അപ്പോൾ therefore a is equal to 12. അടുത്ത ഡി ആണെങ്കിലോ ഡി ഡിവിസിബിൾ ബൈ 3 ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് D3 എന്ന് എഴുതാം. അല്ലെങ്കിൽ 15 - 12 ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. 15 - 12 എത്രയാണ്? 3 അല്ലേ. അതുപോലെ 18 - 15 ചെയ്താലും 3 ആണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എത്ര കിട്ടി? 3 കിട്ടി. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 12 കിട്ടി. ആ കിട്ടിയ വാല്യൂസ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 12 + n - 1 × d എത്രയാണ് കിട്ടിയത്? 3 വിച്ച് ഇസ് ഈക്വൽ ടു 99. ഇനി എളുപ്പം ഞാൻ പറഞ്ഞല്ലോ, അഡീഷനിലുള്ളത് നെക്സ്റ്റ് സൈഡിൽ കൊണ്ടുപോകുന്നതാണ് എളുപ്പം. അപ്പോൾ 99 പ്ലസ് മറ്റേത് ഇങ്ങനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഈസി ഇതാണ്. 99 - 12 ദാറ്റ് ഈസ് 9 - 2 എത്രയാണ്? 7. 9 - 1 എത്രയാണ്? 8. 87 എന്ന് കിട്ടി. n - 1 × 3 = 87.
ദെൻ n മൈനസ് 1 ഈക്വൽ ടു 87 ഡിവൈഡഡ് ബൈ 3. എത്ര ടൈംസ് ആണ് പോകുന്നത്? 2 ഇൻറ്റു 3 6 ആവും. 6 ന്ന് 27 ആവും. അപ്പോൾ എത്രയാണ്? 27 29 എന്ന് കിട്ടും. അപ്പോൾ ഏതാണ് കിട്ടിയത്? n മൈനസ് 1 എന്ന് പറയുന്നത് 29 കിട്ടി. നെക്സ്റ്റ് n ഇസ് ഈക്വൽ ടു 29 മൈനസ് 1 നെക്സ്റ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് 1 ആവും. ദാറ്റ് ഈസ് n ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 30. n ഇസ് ഈക്വൽ ടു 30. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമ്പർ 30th നമ്പറാണ് 99 എന്ന് പറയുന്നത്. 30th നമ്പറാണ് 99. അങ്ങനെയാണെങ്കിൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര എണ്ണം ഉണ്ട്? 30 നമ്പേഴ്സ് ഇതിനിടയ്ക്ക് ഉണ്ട് എന്നാണ്. ടോട്ടൽ 30 നമ്പേഴ്സ് ഉണ്ട്. Therefore, there are 32 digit numbers. 32 digit numbers divisible by 3. അപ്പോൾ nth ടേം ലാസ്റ്റ് ടേം മാത്രം ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അതിൻ്റെ യൂസേജ്. അത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യാനും പിന്നെ ഈ നമ്പർ ഈ സീക്വൻസിനകത്ത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് യൂസേജ് ഉള്ള ഒരു ഫോർമുലയാണ് an is equal to a plus n minus 1 into d. First term plus n minus 1 into d means common difference. a plus n minus 1 into d എന്ന് പറയുന്ന nth ടേം. ഇപ്പോൾ nth ടേം മാത്രം ഫൈൻഡ് ചെയ്യാനില്ല, അതിനകത്തുള്ള നമ്പർ ഓഫ് ടേംസ് ഫൈൻഡ് ചെയ്യാനും അതുപോലെ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാനും a ഫൈൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാനും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് an is equal to a plus n minus 1 into d. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി എക്സസൈസ് 5.2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നായിട്ട് ഈ ഫോർമുല യൂസ് ചെയ്താണ് നമ്മളെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിൽ 2021 അക്കാഡമിക് ഇയറിന് വേണ്ടി മാത്രമായി CBSE റെഡ്യൂസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക.